Hello all, welcome back to Vaibuski. So, how are you all? I hope all of you are doing good. So, in this video, we'll be starting our physics second chapter, that is units and measurements. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ഫിസിക്കൽ വേൾഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ദിസ് ഇസ് ലിറ്റിൽ ബിറ്റ് വാസ്റ്റ് കവേർഡ് ചാപ്റ്റർ ആണ്. കമ്പയർ ടു ദി ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ആണ് അണ്ടർസ്റ്റാൻഡിങ്ങിനും. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ധാരാളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കമ്പയർ ടു ദി ഫസ്റ്റ് ആൻഡ് അതർ ചാപ്റ്റേഴ്സ്. യു ക്യാൻ എക്സ്പെക്ട് many questions from this chapter, units and measurements. Even for NEET പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ പല സ്കൂളിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നായിരിക്കും, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഓർ തേർഡ് ഓർ ഫോർത്ത് ചാപ്റ്ററിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ദാറ്റ് ഈസ് ബേസിക്. ഓക്കെ, ബട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഫോളോ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്. സോ വി ഹോപ്പ് ടു സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് ചാപ്റ്റർ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പറയുമ്പോൾ അത് കുറച്ചുകൂടി ടഫാണ്. സോ ടഫിൽ നിന്ന് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ബേസിക്സ് ഒക്കെ ഇല്ലാണ്ടായി പോകും. എന്നിട്ട് ബേസ് ചാപ്റ്റർ എന്ന് ഉദ്ദേശിച്ചുള്ളത് നീറ്റ് ആൻഡ് ഈ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്നാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിക്കോട്ടെ, ബട്ട് ഡീപ്പ് കൺസെപ്റ്റ് മനസ്സിലാവാതെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലേക്ക് മാറി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് റിലേഷൻസ് വെച്ച് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഒരു ഓർഡർ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് വരും. ഇനി ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് വേറെ ചാപ്റ്ററിലാണ്, എന്നിട്ട് ഈ ചാപ്റ്റർ പഠിക്കുന്നതാണ് ഈസി എങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഏത് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഏത് ചാപ്റ്ററിലേക്ക് മാറുന്നതാവും ഈസി. സോ അമ്മിൽ നമ്മൾ ചാപ്റ്റേഴ്സ് എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ചാപ്റ്റർ 8 കഴിഞ്ഞിട്ടാണ് ചാപ്റ്റർ 4 എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവുമെങ്കിൽ ആദ്യം ചാപ്റ്റർ 8 എടുത്തിട്ട് 4 എടുക്കും. അപ്പോൾ ആ റൂളിൽ നമ്മൾ പോകും. എനിവേ, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ വരികയാണ്. ഇതിൽ ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻറ്റ് ബൈ യൂണിറ്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് മെൻറ്റ് ബൈ യൂണിറ്റ് എന്നാണ്, അല്ലേ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ തന്നെ ഉണ്ട് യൂണിറ്റ്സ് എന്നുള്ള കാര്യം. സോ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻറ്റ് ബൈ യൂണിറ്റ്സ് ആൻഡ് വാട്ട് ഈസ് മെഷർമെൻറ്റ്. യൂണിറ്റ്സ് മീൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ധാരാളം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. വെലോസിറ്റി, വോളിയം ആൻഡ് മാസ് ഇൻ കിലോഗ്രാം, അല്ലേ, ടൈം ഇൻ സെക്കൻഡ്സ്, അതുപോലെ ലെങ്ത്, ഡിസ്റ്റൻസ്, ലുമിനസ് ഇൻറ്റൻസിറ്റി, മോൾ, നമ്പർ ഓഫ് മോൾസ്, ഇലക്ട്രിക് കറണ്ട്, എവറിത്തിങ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ലൈക്ക് വി ഹാവ് വാസ്റ്റ് ഏരിയ, circumference, everything is physical quantity. So how can we represent physical quantities? എങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? While representing any physical quantity, we need comparison with other basic or arbitrarily chosen reference standards, which is known as units. ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ്. സോ വാട്ട് ഈസ് യൂണിറ്റ്സ്? അതായത് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം പറയാം, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും ഏരിയ ആവട്ടെ, വോളിയം ആവട്ടെ, ടെമ്പറേച്ചർ ആവട്ടെ, എന്ത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും മറ്റേതെങ്കിലും ഒരു ബേസ് വെച്ചായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും എഴുതുള്ളൂ. ഇപ്പം നമ്മൾ ബോർഡിൻ്റെ ലെങ്ത്ത് കൈകൊണ്ട് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ പറയും 1 മീറ്റർ ഈസ് ഇപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫിംഗർ ആൻഡ് ദി റിംഗ് ഫിംഗർ. ഇപ്പോൾ നമ്മൾ മിഡിൽ ഫിംഗർ ആണെങ്കിൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മിഡിൽ ഫിംഗർ ആൻഡ് ദി തം ഫിംഗർ, പോയിൻറ്റ് ഫിംഗർ ആൻഡ് ദി തം ഫിംഗർ, അങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ടാവും, അല്ലേ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, ലെങ്ത്ത്, ബോർഡിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യുക. ബട്ട് ഇൻ കേസ് നമ്മൾ മാസ്സാണ് കണ്ടെത്തുന്നെങ്കിലോ, മാസ് ഓഫ് ദിസ് ബോർഡ് നോക്കാൻ വേണ്ടി കയ്യ് നമ്മൾ യൂസ് ചെയ്ത് മാസ് റെപ്രസെൻ്റ് ചെയ്യുമോ? ഇല്ല. മറ്റേതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് വെച്ച് തന്നെ ഇതിൻ്റെ മാസ് റെപ്രസെൻ്റ് ചെയ്യും. ഇതിൻ്റെ ലെങ്ത്ത് വെച്ചാണ് നമ്മൾ ഈ ബോർഡിൻ്റെ ലെങ്ത്ത് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ മാസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റോൺ എടുത്ത് സ്റ്റോണിൻ്റെ മാസ് നമുക്കറിയാം, ആ സ്റ്റോണിൻ്റെ മാസ് വെച്ച് കമ്പയർ ചെയ്യും. സോ ഏതെങ്കിലും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഓൾറെഡി ചോസൺ വിച്ച് ഈസ് ഓൾസോ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്, എല്ലായിടത്തും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ വിത്ത് ദിസ്? ക്ലിയർ? ഓക്കെ. ഫോർ നമ്മൾ
അതിൻ്റെ ഡെഫിനിഷൻ എഴുതാണ്. ഫോർ ദ representation of any physical quantity we need comparison. We require comparison between with any basic or arbitrarily chosen internationally accepted ഇത് നിങ്ങൾ എഴുതിക്കോളൂ. internationally accepted reference standard, and that is known as called unit. So in small words or in short form we can say internationally accepted reference standard is known as unit എന്ന് നമുക്ക് പറയാം. For detailed definition we can say for any representation of physical quantity we need a basic to compare with or an arbitrarily chosen internationally accepted reference standard is known as unit എന്ന് പറഞ്ഞാലും it is a ക്ലിയർ ഡെഫിനേഷൻ ഫോർ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് നമ്മൾ ഉദ്ദേശം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, ടു ഗീവ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദി ടേം വാട്ട് ഈസ് മീൻഡ് ബൈ യൂണിറ്റ്. ഓക്കെ, എനിവേ അത് ക്ലിയർ ആയിരിക്കുകയാണ്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് കൺസെപ്റ്റ് യൂണിറ്റ്. സോ ഇത്രയാണ് നമ്മൾ യൂണിറ്റിൻ്റെ കാര്യം പറയുന്നുള്ളൂ. ഇനി യൂണിറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ തന്നെ നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുമ്പോഴും ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇപ്പോൾ മാസ്സാണ് റെപ്രസെൻ്റ് ചെയ്യുമെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാതെ ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ചിട്ടാണ്, നമ്പർ വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ആ നമ്പർ എന്തുകൂടെ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ യൂണിറ്റ് അല്ലേ. നമ്മൾ ഏതിലാണ് മെഷർ ചെയ്തിട്ടുള്ളത് ആ യൂണിറ്റും ആ നമ്പറിൻ്റെ കൂടെ ഉണ്ടാവും. മാസ് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ 10 ആയിക്കോട്ടെ, മാസ് റെപ്രസെൻ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 10 ആണ്. അതെന്താവും, മാസ് ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്തത് അതിൽ ആ നമ്പറിൻ്റെ കൂടെ ഉണ്ടാവും. കിലോഗ്രാമിലാണ് റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ കിലോഗ്രാമിലുണ്ടാവും, ഗ്രാമിലാണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്തെങ്കിൽ 10 ഗ്രാംസിന് എഴുതും. സോ ദ നമ്പർ ഈസ് ഓൾവേസ് ഫോംഡ് വിത്ത് എ യൂണിറ്റ് വൈൽ റൈറ്റിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ക്ലിയർ വിത്ത് ദിസ്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. ബട്ട് ദിസ് ഇൻട്രൊഡക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മെൻറ്റ് ബൈ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നമുക്ക് രണ്ട് രീതിയിലുള്ള വി ഹാവ് 2 different types of units, that is fundamental unit in one term and derived units in another term. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആൻഡ് ഡിറൈവ്ഡ് ഫോഴ്സസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പോലെ ഇവിടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. സോ വാട്ട് ഈസ് മെൻറ്റ് ബൈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്? Fundamental units means the units which we use to represent the basic അല്ലെങ്കിൽ fundamental quantities are known as fundamental units. നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയോ ബേസിക് ക്വാണ്ടിറ്റീസിനെയോ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്സിനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദി യൂണിറ്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് fundamental or basic quantity is known as fundamental unit. Clear? And at the same time we have derived units. What is derived units? All the units other than that of fundamental units are known as derived unit. In one way നമുക്ക് ആ രീതിയിലും പറയാം, ബട്ട് ഇൻ ദി സെയിം വേ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. ഇത് നമ്മൾ ഫോഴ്സസിൻ്റെ കേസ് പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു all the other forces other than that of fundamental forces are known as derived forces എന്ന്. അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സിൽ ഇങ്ങനൊരു ഡെഫിനേഷൻ കൂടെ പറയാം. ബട്ട് ഒരു ക്ലാരിഫൈഡ് ആൻഡ് ക്ലിയർ ഡെഫിനേഷൻ ഫോർ ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദി യൂണിറ്റ്സ് വിച്ച് ഇസ് ഫോംഡ് ഫ്രം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഇസ് നോൺ ആസ് ഡിറൈവ്ഡ് യൂണിറ്റ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും ഉണ്ടായിട്ടുള്ള യൂണിറ്റ്സിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി. What is meant by velocity? Velocity is displacement by unit time.
So velocity is displacement by unit time. Displacement is equal to distance, that is equal to represented in meter. So meter per second. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദിസ് മീറ്റർ പെർ സെക്കൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലേ. ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്നാണ് മീറ്റർ പെർ സെക്കൻഡ് ഫോം ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. അങ്ങനെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഫോം ചെയ്യുന്ന എല്ലാ യൂണിറ്റ്സിനെയും പറയുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. And there are only 7 fundamental basic units. 7 basic fundamental units ആണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. വിച്ച് ആർ ദേ എന്നുള്ളത് ഓൾറെഡി പഠിച്ചതാണ്. ടൈം ഇൻ സെക്കൻഡ്സ്, മാസ് ഇൻ കിലോഗ്രാം, ലെങ്ത് ഇൻ മീറ്റർ, അതുപോലെ ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡല, amount of substance mole, electric current in ampere, temperature in Kelvin, right? ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് തന്നെ നമ്മളത് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല. മെയിൻലി ടെക്സ്റ്റിലും ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആൻഡ് ഡിസ്കഷൻ റിഗാർഡിങ് ദാറ്റ് ഇസ് നോട്ട് ദെയർ. ബിക്കോസ് അത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഡിസ്കഷൻ ഉണ്ടാവില്ല, ധാരാളം പ്രോബ്ലംസേ ഉണ്ടാവുള്ളൂ. സോ നമ്മളൊന്ന് എന്നാൽ വീണ്ടും റിവൈൻഡ് ചെയ്തു ഏതൊക്കെയാണ് ആ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്നുള്ളത്. 7 ബേസിക് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ 7 ബേസിക് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ് ഉള്ളത്. എല്ലാ യൂണിറ്റ്സ് അതർ ദാൻ ദാറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആർ നോൺ ആസ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്, ഓർ all the units which is formed from the fundamental units are known as derived units. For example is velocity, volume, etc. Clear? Okay.